ഈ ബസ്സിന് മുമ്പിൽ ചാടിയ ആളെ രക്ഷിക്കുക തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അപകടം പറ്റില്ലേ? ആ ബസ്സിന് മുന്നിൽ തന്നെ നിന്നാലാണല്ലോ അപകടം പറ്റുക. അദ്ദേഹത്തെ തള്ളി മാറ്റി. ആ തള്ളി മാറ്റില്ല എന്താ പ്രശ്നം? എന്നിട്ട് അതും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞല്ലോ. ഞാൻ അതും പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ഇതിനിടക്ക് നമ്മൾ തമ്മിൽ നിങ്ങളെല്ലാം അല്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റുള്ളടത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞല്ലോ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ബസ്സിന് മുമ്പിൽ ചാടുന്നില്ല, സൈഡിൽ നിന്ന് പൊടി വീശുകയാണ്. ഞാനും അവരോട് കൈ കാണിക്കുന്നുണ്ട്, കൈ വീശി ഞാനും കാണിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിയോ? അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ SFIയും DYFIയുമാണ് മുഖ്യമന്ത്രിയുടെ കാവൽക്കാർ. പോലീസുകാർക്കൊന്നും അതിലൊരു റോളുമില്ല. ഇപ്പോഴും മുഖ്യൻ പറയുന്നത് പൂച്ചട്ടി കൊണ്ട് ആളുകളുടെ തലയ്ക്കടിക്കുന്നതും പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്നതുമെല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനമെന്നാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സമനിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നവകേരള സദസ്സിൻ്റെ ബസ്സിന് മുന്നിലേക്ക് ചാടിയ പ്രതിഷേധക്കാരെ DYFI പ്രവർത്തകർ ആക്രമിച്ച സംഭവം ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ ഒരു മാസമായി താൻ ഇത് കാണുന്നതല്ലേ എന്നും കണ്ട കാര്യങ്ങളാണ് താൻ പറയുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു. ബസ്സിന് മുന്നിലേക്ക് ചാടിയ ആളുകളെ രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത്. ആ തള്ളിമാറ്റലിന് ഒരു പ്രശ്നമുണ്ടായതായി തനിക്ക് തോന്നിയിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് കോൺഗ്രസ് ഇതിലൂടെ ശ്രമിക്കുന്നത്. ഇതിലൂടെ എന്താണ് ഇവർക്ക് നേടാനുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ അടിക്കും ഇടിക്കും എന്ന് ആവർത്തിച്ച് പറയുകയാണല്ലോ. ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ല ഇതെന്നും മുഖ്യമന്ത്രി പറയുന്നു. എന്തെല്ലാം ചെയ്തിട്ടും അവർ ഉദ്ദേശിച്ച ഫലം നടക്കാതെ പോകുമ്പോൾ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായി അവർ സ്വയം പ്രകോപിതരാവുകയാണ്. അതിന് ഇതല്ല പ്രതിവിധിയെന്ന് അവർ ഓർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബസ്സിന് മുന്നിൽ ചാടിയാൽ ബസ് തട്ടി അവർക്ക് അപകടം പറ്റും. ബസ്സിന് മുന്നിൽ ചാടാൻ അവർ തീരുമാനിച്ചുവെന്നാൽ നിങ്ങൾക്കെന്താണ് രക്ഷിക്കേണ്ട കാര്യമെന്ന് KPCC പ്രസിഡന്റ് ചോദിച്ചത്. അതിൽ തന്നെ അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. അപകടമെന്നേ താൻ പറയുന്നുള്ളൂ, അതിൻ്റെ ഉദ്ദേശം മറ്റേത് തന്നെയാണ്. അതിലപ്പുറം സംഭവിച്ചിട്ട് പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കുകയാണ് അവർ ലക്ഷ്യമിടുന്നത്. ബസ്സിന് മുന്നിൽ ചാടിയ ആളെ രക്ഷിക്കുകയാണ് അവിടെ ഉണ്ടായത്. ആ തള്ളിമാറ്റലിൽ എന്താണ് പ്രശ്നം? തങ്ങളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ യാതൊരു പ്രകോപനവും ഉണ്ടാകുന്നില്ലല്ലോ. എന്തിനാണ് ഇത്ര വലിയ അസഹിഷ്ണുത? നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. മറ്റു കാര്യങ്ങളുടെ കൂടെ അതും കൂടി ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം. പ്രതിപക്ഷമടക്കം അതിനായി യോജിക്കണമെന്നാണ് തങ്ങൾ അഭ്യർത്ഥിച്ചത്. ആ അഭ്യർത്ഥനയല്ലേ അവർ സ്വീകരിക്കാതിരുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. അതൊന്നും ഒരു സാധാരണ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടും അവരുദ്ദേശിച്ച ഫലം കാണുന്നില്ല എന്ന് വരുമ്പോൾ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള അവർ തന്നെ സ്വയം പ്രകോപിതരാകുന്നു. ആരും വേറെ പ്രകോപനം സൃഷ്ടിച്ചതല്ല. കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാകുകയാണ്. അതിന് ഇതല്ല പ്രതിവിധി എന്നത് അവർ ഓർക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടങ്ങിയ തൊട്ടിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ആ പറയുന്ന കാര്യങ്ങൾ എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? ഞാൻ പറഞ്ഞത് എന്താണ്? ബസ്സിന് മുന്നിൽ വന്ന് ചാടുന്നു. ബസ്സിന് മുന്നിൽ വന്ന് ചാടിയാൽ സാധാരണ ബസ് തട്ടും, അപകടം സംഭവിക്കും. അതിന് നിങ്ങൾക്കെന്താ? നിങ്ങളെന്തിനാണ് അവരെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചതാരാ? അത് കോൺഗ്രസ് നേതാവാണല്ലോ ചോദിച്ചത്, KPCC പ്രസിഡൻ്റാണല്ലോ ചോദിച്ചത്. നിങ്ങൾക്കെന്താണ് കാര്യം? ബസ്സിന് മുമ്പിൽ ചാടാൻ അവർ തീരുമാനിച്ചു വരുന്നതല്ലേ. നിങ്ങൾക്കെന്താ രക്ഷിക്കേണ്ട കാര്യം? എന്താ ഉദ്ദേശം മറ്റേത് തന്നെ, തട്ടുക, അപകടമേ ഞാൻ പറയുന്നുള്ളൂ.
അതിലപ്പുറമുള്ളത് സംഭവിക്കുക. അപ്പോൾ ആകെ അതിൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പിന്നീടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാം. അങ്ങനെയൊരു ഹീനബുദ്ധി ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് പാടുണ്ടോ സാധാരണഗതി? അവിടെ അല്ല, ഞാൻ പറയട്ടെ. അപ്പോൾ അവിടെ സംഭവിച്ചത് ഈ ബസ്സിന് മുമ്പിൽ ചാടിയ ആളെ രക്ഷിക്കുക തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അപകടം പറ്റില്ലേ? ആ ബസ്സിന് മുന്നിൽ തന്നെ നിന്നാലാണല്ലോ അപകടം പറ്റുക. അദ്ദേഹത്തെ തള്ളി മാറ്റി. ആ തള്ളി മാറ്റില്ല എന്താ പ്രശ്നം? എന്നിട്ട് അതും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞല്ലോ. ഞാൻ അതും പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ഇതിനിടക്ക് നമ്മൾ തമ്മിൽ, നിങ്ങളെല്ലാം അല്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റുള്ളടത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരോട് പറഞ്ഞല്ലോ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പം ബസ്സിന് മുമ്പിൽ ചാടുന്നില്ല, സൈഡിൽ നിന്ന് കൊടി വീശുകയാണ്. ഞാനും അവരോട് കൈ കാണിക്കുന്നുണ്ട്, കൈ വീശി ഞാനും കാണിക്കുന്നുണ്ട്. അത് ജനാധിപത്യപരമായിട്ടൊരു പ്രതിഷേധ രൂപം, അത് സ്വാഭാവികമായിട്ട് നടന്നു പോട്ടെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പറ്റില്ല. എന്താ പിന്നെ നിങ്ങൾ ഇങ്ങനെ സൈഡിൽ നിന്ന് കൈ വീശുന്നെന്ന് ഈ നേതാക്കൾ തന്നെ ചോദിച്ചിട്ടുണ്ടാവും. പിന്നെയാണ് അതിന് നേരെ, ബസ്സിന് നേരെ ആക്രമണത്തെ രീതിയിലേക്ക് തിരിഞ്ഞത്. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ? എന്തിനാണ് ഇത്ര വലിയ ഒരു അസഹിഷ്ണുത? ഞങ്ങൾ ഈ ബസ്സിൻ്റെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ വേറെ യാതൊരു പ്രകോപനവും ഉണ്ടാകുന്നില്ലല്ലോ. അതിൻ്റെ ഭാഗമായി മറ്റ് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായി എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയാനുണ്ടോ? സാധാരണഗതിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മറ്റു കാര്യങ്ങളുടെ കൂടെ അതുകൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം.